വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. സദൃശ്യവാക്യങ്ങൾ 9:17 വാക്യം. പുരാതന യെരുശലേമിലെ മരുഭൂമി പോലുള്ള അവസ്ഥകളിൽ വെള്ളം ഉചിതമായൊരു ഉദാഹരണമായിരുന്നു. ശുദ്ധജലം ജീവൻ നിലനിർത്തുവാൻ നിർണായകമായിരുന്നു. മഴവെള്ളം സംഭരിച്ചു വയ്ക്കുന്നത് അവിടെ സാധാരണമായിരുന്നു. മഴയുടെ ദൗർലഭ്യം കാരണം അവർ ജലാശയങ്ങൾ ശ്രദ്ധയോടെ സംരക്ഷിച്ചിരുന്നു. പൊതുകിണറ്റിൽ നിന്നോ അരുവിയിൽ നിന്നോ വെള്ളം കൊണ്ടുപോകുന്നതിനേക്കാൾ സ്വകാര്യമായി വെള്ളം സൂക്ഷിക്കുന്നതിൽ അവർ ശ്രദ്ധിച്ചിരുന്നു. വിവാഹേതര ബന്ധങ്ങൾക്കെതിരെയുള്ള ഒരു താക്കീതാണ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത്തരം പാപബന്ധനങ്ങൾ താൽക്കാലിക സുഖം നൽകുമെങ്കിലും അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മെ മൊത്തമായും നശിപ്പിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. മോഷ്ടിച്ച വെള്ളം എന്ന ആശയം നിയമവിരുദ്ധവും വിലക്കപ്പെട്ടതുമായ വിവാഹേതര ലൈംഗികതയിലേക്കുള്ള സൂചനയാണ് ശലോമോൻ നൽകുന്നത്. സ്വന്തം ഉറവയിൽ നിന്നുള്ള വെള്ളം ശുദ്ധവും ഉന്മേഷം നൽകുന്നതുമാണ്. എന്നാൽ മോഷ്ടിച്ച വെള്ളം ആ സമയത്ത് എത്ര മധുരമായി തോന്നിയാലും പാപത്താൽ മലിനമാണ്. അത്തരം പ്രേരണകൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം അകറ്റി നിർത്തണം. പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങൾ വേണ്ട എന്ന് വയ്ക്കുവാൻ നാം ശ്രദ്ധിക്കണം. യോസഫിൻ്റെ ജീവിത അനുഭവം നമ്മെ ഓർപ്പിക്കുന്ന പാഠം പാപത്തെ വിട്ട് ഓടിപ്പോകാനാണ്. തൻ്റെ യജമാനത്തിയുടെ പ്രേരണ തനിക്ക് പാപത്തിലേക്കുള്ള വാതിലാണെന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായാലും ഓടി രക്ഷപ്പെടുകയായിരുന്നു യോസഫ്. ദൈവവചനം ഉള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് പാപത്തിൻ്റെ പ്രലോഭനത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ പ്രയാസമില്ല. ദൈവഭയം നമ്മിൽ പാപത്തോടുള്ള വെറുപ്പ് വലുതാക്കുന്നു. കാമാസക്തിയിൽ ജീവിത ലക്ഷ്യങ്ങൾ മറന്ന് കുടുംബജീവിതത്തിൻ്റെ സന്തോഷമില്ലാതാക്കുന്നവർ സൂക്ഷിക്കുക. മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിൻ്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. നാശത്തിൻ്റെ പാത പലപ്പോഴും ആദ്യം ആകർഷകമായിരിക്കും, പക്ഷേ അതിൻ്റെ അവസാനം മരണവും പാതാളവുമാണെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. മറ്റുള്ളവരുടെ അനുഭവ കഥകൾ നമ്മുടെ കണ്ണു തുറപ്പിക്കണം. പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ ശ്രദ്ധിക്കുക. സ്വയം രക്ഷപ്പെടുക, മറ്റുള്ളവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.